നമ്മൾ ഈ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒരുപാട് രോഗങ്ങൾ യൂറോളജി റിലേറ്റഡ് രോഗങ്ങളാണ്. അതിൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ കൂടുതലായിട്ട് കേട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂറോളജിയെക്കുറിച്ചും അതിൽ വരുന്ന റോബോട്ടിക് സർജറിനെ കുറിച്ചും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് നമുക്ക് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലുള്ള ചീഫ് റോബോട്ടിക് സർജൻ യൂറോളജി സർജൻ ഡോക്ടർ അനിൽ മണി നമ്മുടെ കൂടെ ഉണ്ട്. വെൽക്കം സർ. നമ്മൾ സർജൻ എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചർ ഒരു കത്രികയും കത്തിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഡോക്ടറെയാണ്. ഇപ്പം അതൊക്കെ മാറി റോബോട്ടിക്സിലേക്ക് വന്നു അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ഈ റോബോട്ടിക്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഡോക്ടറിനും അതുപോലെ പേഷ്യൻറ്റിനും കിട്ടുന്നത്? പറഞ്ഞുതരാം. നമ്മൾ നമുക്കറിയാം, ആദ്യം സർജറി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓപ്പൺ സർജറിയാണ് നമ്മുടെ മനസ്സിൽ വരിക. ഓപ്പണായിട്ട് കത്തി കൊണ്ട് കീറിയിട്ടുള്ള ഓപ്പറേഷൻ. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് ലാപ്രോസ്കോപ്പിക് സർജറീസ്, കീ ഹോൾ സർജറീസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്മെൻ്റ് ആണ് ഈ റോബോട്ടിക് എന്ന് പറയുന്ന സർജറീസ്. അപ്പോൾ ലാപ്രോസ്കോപ്പിയുടെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ്. നമ്മളൊരു കീ ഹോളിൽ കൂടെ റോബോട്ടിക് ആംസ് വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നതിനാണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. റോബോട്ട് നമ്മുടെ ആംസ് വഴി പേഷ്യൻറ്റിൻ്റെ അബ്ഡമിനുള്ളിൽ ഓപ്പറേറ്റ് ചെയ്യും. പക്ഷെ ഇത് കൺട്രോൾ ചെയ്യുന്നത് സർജൻ തന്നെയാണ്. കുറച്ച് റിമോട്ടായിട്ട് അടുത്ത് തന്നെ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്ത് ചെയ്യുന്നതിനാണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുകയാണെങ്കിൽ ലാപ്രോസ്കോപ്പി നമുക്കറിയാം ഓപ്പണിനേക്കാളും മുറിവുകൾ കുറവായിരിക്കും. അതുപോലെ പേഷ്യൻറ്റിന് ബാക്കി എണീറ്റ് നിൽക്കാനും ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ട് വരുന്നതിനൊക്കെ പെട്ടെന്ന് ഉപകാരപ്പെടുന്നതാണ് ലാപ്രോസ്കോപ്പി. റിക്കവറി വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും റോബോട്ടിക് എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് നമുക്ക് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ റോബോട്ടിക് ആംസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു നോർമൽ ഹ്യൂമൻലി പോസിബിൾ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിൻ്റെ അപ്പുറം, അതായത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കൈ ഇങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റുള്ളൂ. റോബോട്ടിൻ്റെ ആംസ് അതിനും അപ്പുറം 180 മുതൽ 270 ഡിഗ്രി വരെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മനുഷ്യന് പറ്റുന്നതിനേക്കാൾ കൂടുതൽ വളയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചെയ്യുന്ന ഓപ്പറേഷൻസ് കുറച്ചുകൂടെ പ്രിസൈസ് ആയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും നമ്മളൊരു കട്ടായിട്ടുള്ള ഭാഗം നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്കറിയാം അതൊരു ചുരുങ്ങിയ സ്ഥലത്ത് നിന്ന് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ് റോബോട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പ്രിസൈസ് ആയിട്ട് ചെയ്യുന്നതിനൊപ്പം പേഷ്യൻസ് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. പേഷ്യൻസിനുള്ള ആ ഒരു റിസൾട്ട് നല്ലതായിരിക്കും. അതുകൊണ്ട് തന്നെ റിക്കവറിയും ബെറ്റർ ആയിരിക്കും. നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ റോബോട്ടിക് സർജറി. എല്ലാ സർജറിയിലും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ യൂറോളജിയിലോട്ട് വരുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ റോബോട്ടിക് സർജറിയിലൂടെ കൊടുക്കുന്നത്? നമുക്കറിയാം ഇപ്പോൾ റോബോട്ടിക് സർജറി അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ കാർഡിയാക് സർജറീസിന് വേണ്ടിയിട്ടായിരുന്നു അത് സ്പെഷ്യലായിട്ട് ആദ്യം ഉണ്ടാക്കിയിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇത് എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മെയിനായിട്ട് യൂറോളജി, ഗൈനക്കോളജി, ജനറൽ സർജറി അതുപോലത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ കുറച്ച് നാരോ ആയിട്ടുള്ള സ്പേസിലാണ് നമ്മൾ ഇങ്ങനത്തെ സർജറീസ് വരുന്നത്. അതായത് നമുക്കറിയാം യൂറോളജിയിൽ ബ്ലാഡർ ആയാലും പ്രോസ്റ്റേറ്റ് ആയാലും ഇപ്പോൾ യൂട്രസ് ആയാലും അങ്ങനത്തെ ഓർഗൻസ് ഒക്കെ നമ്മുടെ ഹിപ്പ് ബോൺ, അത് ഇടുപ്പിൻ്റെ എല്ലിൻ്റെ അകത്തോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു നാരോ സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ റോബോട്ടിക് സർജറി അതിൽ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ യൂറോളജിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ടുള്ള സർജറീസ് നോക്കുകയാണെങ്കിൽ അഡ്രിനൽ ഗ്ലാൻഡ്, അതായത് കിഡ്നിയുടെ മുകളിലുള്ള അഡ്രിനൽ എന്ന് പറഞ്ഞ ഗ്രന്ഥിയുടെ ഓപ്പറേഷൻസ്, അതേപോലെ കിഡ്നിയിൽ നോക്കുകയാണെങ്കിൽ കിഡ്നിയിലെ ക്യാൻസറുകൾ, കിഡ്നി എടുത്തു കളയുന്ന ഓപ്പറേഷൻസ്, അതിനേക്കാൾ മെയിനായിട്ട് കിഡ്നിയിലെ ക്യാൻസറിൻ്റെ ഭാഗം മാത്രമായിട്ട് എടുത്തു കളയുന്ന പാർഷ്യൽ നെഫ്രെക്ടമി എന്ന് പറയുന്ന ഓപ്പറേഷന്, അല്ലെങ്കിൽ കിഡ്നിയുടെ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ചെറിയ കുട്ടികളിൽ കണ്ടുവരാറുണ്ട്, അത് നീക്കം ചെയ്യാനുള്ള, അതായത് റിപ്പയർ ചെയ്യാനുള്ള ഓപ്പറേഷൻസുകൾ. പിന്നെ അതേപോലെ ബ്ലാഡറിന് ക്യാൻസറിൻ്റെ ഓപ്പറേഷൻസ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഏറ്റവും ഇപ്പോൾ വൈഡ്ലി യൂസ്ഡ് സർജറി ആണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. മെയിനായിട്ട് റോബോട്ടിക് ബേസ്ഡാണ് ഇപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് റോബോട്ടിക് വെച്ചിട്ടാണ്. അതേപോലെ അങ്ങനത്തെ എല്ലാത്തരം കീഹോൾ വഴി ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്പറേഷൻസും നമുക്ക് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് റോബോട്ടിക് സർജറി. ഇതിപ്പോൾ നമ്മൾ റോബോട്ടിക്കിനെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ആളുകൾക്ക് നമുക്ക് തോന്നുന്നത് ഒരു റോബോട്ട്, ഒരു മനുഷ്യരൂപമുള്ള റോബോട്ട് വന്ന് ചെയ്യുന്നു, ഇവിടെ ഇപ്പോൾ ഡോക്ടർ ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അതെങ്ങനെ റോബോട്ടിന് മനസ്സിലാവും, അങ്ങനെ ഒരുപാട് കോംപ്ലക്സ് ചിന്തകളാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ഇത് എത്രത്തോളം സേഫ് ആണ് നമ്മൾ ഈ റോബോട്ടിലേക്ക് വരുമ്പോൾ? അതൊരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് അതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക്
നമ്മുടെ ഒരു മൈൻഡിൽ അങ്ങനെ ഒരു ഇതുണ്ട്, റോബോട്ട് എന്ന് പറഞ്ഞ ഒരു റോബോട്ട്, ഒരു മനുഷ്യരൂപമുള്ള ഒരു റോബോട്ടിനാണ് നമുക്ക് ആദ്യം ഓർമ്മ വരിക. അപ്പോൾ അതാണ് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നതെന്നുള്ള ഒരു ധാരണയുണ്ട് ചിലവർക്ക്. പക്ഷെ അങ്ങനെയല്ല, നമുക്കറിയാം ഇതിനെയാണ് നമ്മൾ റോബോട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ആംസ്, അതായത് ആംസ് എന്ന് പറയുന്ന ഈ ഇൻസ്ട്രുമെന്റ് പോകുന്ന ഭാഗങ്ങൾക്കാണ് ആംസ് എന്ന് പറയുന്നത്. അത് പേഷ്യൻറ്റിൻ്റെ ബോഡിക്ക് ഉള്ളിൽ ഉണ്ടാവും. പക്ഷെ ഇത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് സർജൻ കമാൻഡ് സെന്റർ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് ഇരുന്നിട്ട് നമ്മുടെ ഓപ്പറേഷൻ ചെയ്യുന്ന സർജൻ തന്നെയാണ് ഇത് റിമോട്ട്ലി കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 20 കൊല്ലമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. അല്ലാതെ പുതുതായിട്ട് ഇന്നലെ ഒന്നും വന്നതല്ല. ഇന്ത്യയിൽ തന്നെ തുടങ്ങിയിട്ട് ഇപ്പോൾ 10 വർഷത്തിന് മുകളിലായി. ഇവിടെ ഇപ്പോൾ നമ്മൾ കുറച്ച് റീസെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ള ഒരു സർജറിയാണ്. അതേപോലെ എന്തെങ്കിലും എമർജൻസി ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സർജൻ തന്നെ വന്നിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ സേഫ്റ്റിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ളൊരു സർജറിയാണ് എന്ന് പറയാം. അപ്പോൾ ഇത് ഡോക്ടർ ഒരു കൈക്ക് പകരം ഒരുപാട് കൈകൾ എത്താന്നുള്ള ഒരു ബെനിഫിറ്റ് ആണ് ഇവിടെ കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഡോക്ടർ അവിടെ ഉണ്ടാവും, ഡോക്ടർ അത് സ്ക്രീനിലൂടെ നോക്കി ചെയ്യുന്നതിന് ഒരുപാട് കൈകൾ അതും ഉണ്ട്. അതേപോലെ നമ്മുടെ സാധാ കൈകൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഓപ്പറേഷൻസ്, ചില മൂവ്മെന്റ്സ് നമുക്ക് റോബോട്ട് കൊണ്ട് ചെയ്യാൻ പറ്റും. അതേപോലെ കുറച്ചുകൂടെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള വ്യൂസ് കിട്ടും. അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു 3D ഒരു വിഷ്വലാണ് നമുക്ക് അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ അബ്ഡമനിൽ അകത്ത് ഇരുന്ന് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടും എല്ലാം നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഇതിലുള്ള ക്യാമറാസ് ഒക്കെ അപ്പൊ നമ്മളെ കണ്ണിന് കാണുന്നത് പോലെ എല്ലാ ചെറിയ ടിഷ്യൂസ് വരെ കാണാൻ പറ്റുന്ന രൂപത്തിലാണോ ഉള്ളത്? എല്ലാം കുറച്ചുകൂടെ മാഗ്നിഫൈഡ് ആയിട്ടും കുറച്ചുകൂടെ നമുക്കറിയാലോ, ഇപ്പോൾ 3D ഒരു വിഷൻ വരുമ്പോൾ നമ്മൾ സിനിമ തിയേറ്ററിലൊക്കെ 3D ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പോഴുള്ള ഫീൽ വ്യത്യസ്തമാണ് സാധാ ഒരു 2D ഇതാണ്. അതേപോലെ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് അടുത്തുള്ള ഭാഗങ്ങൾ, ഓർഗൻസിനൊന്നും ഇഞ്ചുറി പറ്റാതെ അതുപോലെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടും പ്രിസൈസ് ആയിട്ടും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ മെഷീനറീസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രൈസും കാര്യങ്ങളും ഉണ്ടാവും, അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം അത് വരുമ്പം അത് നമ്മുടെ പേഷ്യൻസിന് വരുന്ന ചികിത്സയിലുള്ള കോസ്റ്റിലപ്പോൾ ചേഞ്ചസ് വരുന്നുണ്ടോ? ഹൈ കോസ്റ്റ് ആയിട്ടാണോ ഈ റോബോട്ടിക് സർജറീസ് വരുന്നത്? അതെ, അതാണ് ഒരു മെയിൻ കൺസേൺ. ആക്ച്വലി റോബോട്ടിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മെഷീനുള്ള കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉള്ള കോസ്റ്റിൻ്റെ ഇഷ്യൂസാണ് ഇത് ലിമിറ്റ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ. ഇതുവരെ ഇപ്പോൾ US അല്ലെങ്കിൽ ചൈന, ജപ്പാൻ, കൊറിയ അതുപോലത്തെ കൺട്രീസിൽ നിന്നുള്ള മെഷീൻസാണ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുള്ള എക്സ്പെൻസും വളരെ അധികമാണ്. അപ്പോൾ പക്ഷെ നമ്മളിപ്പോൾ നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്നത് നമ്മൾ SSI മന്ത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. ഇവിടെ സുധീർ ശ്രീവാസ്തവ ഒരു കാർഡിയാക് സർജൻ ഇന്ത്യയിൽ തന്നെ വന്നിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു കമ്പനിയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനാണ് 3.0 എന്ന് പറയുന്ന SSI മന്ത്ര റോബോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള കോസ്റ്റിൽ നമുക്ക് വളരെയധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് പുറത്തുനിന്നുള്ളൊരു മെഷീനെ പോലെ അത്രയും കോസ്റ്റ് വരില്ല. അപ്പോൾ നമുക്ക് അതേ കോസ്റ്റിൻ്റെ ആ ബെനിഫിറ്റ്സ് നമുക്ക് പേഷ്യൻസിനും വി ക്യാൻ ട്രാൻസ്ഫർ ദാറ്റ് ബെനിഫിറ്റ്സ്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഇഷ്യൂ അല്ല അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഡോക്ടർ സുധീർ ശ്രീവാസ്തവ ഇത് ആ ഒരു വിഷനിൽ തന്നെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം നമുക്കറിയാം ഇത്രയും ഒരു സാധാരണ ഒരു ലാപ്രോസ്കോപ്പി സർജറി എന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു സാധാരണ ഒരു 1.5 to 2 lakhs എക്സ്ട്രാ ചാർജ് വരും. അത്രയൊരു എമൗണ്ട് അഫോർഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി യൂഷ്വലി മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോസ്റ്റിൽ നിന്ന് നന്നായിട്ട് കുറച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ്. അത് മൗലാനയിലേക്ക് വരുമ്പം ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്, ഏത് കോസ്റ്റിലാണ് നിങ്ങൾ പേഷ്യൻസിലേക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? അതെ, നമ്മൾ ഒരു ലാപ്രോസ്കോപ്പിക് സർജറിനെ കുറച്ച് അധികമായിട്ട് ഒരു 50,000 to 60,000 റേഞ്ചിൽ നമുക്കൊരു എക്സ്ട്രാ ചാർജിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാൽക്കുലേഷൻ. സാധാരണ നമുക്കറിയാം ഒരു ലാപ്രോസ്കോപ്പിയേക്കാളും ഒരു മിനിമം 2 lakhs എങ്കിലും എക്സ്ട്രാ ആണ് ഇപ്പോഴത്തെ കറണ്ട് റേറ്റിൽ വരുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് വളരെ നന്നായി അതിൻ്റെ ഒരു 1/3 എക്സ്ട്രാ ചാർജിൽ നമുക്ക് റോബോട്ടിക് സർജറി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ട് മാറ്റാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ നമ്മുടെ കീ ഹോളിൽ നിന്നാണ് ഈ ഒരു അഡ്വാൻസ്ഡ് റോബോട്ടിക്കിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കീ ഹോളിൽ നിന്ന് ഇതിലേക്ക് വരുമ്പം എക്സ്ട്രാ ആയിട്ടൊക്കെ? നമുക്ക് കീ ഹോൾ ആയപ്പോഴേ നമ്മളെ ഓപ്പൺ സർജറിയിൽ നിന്ന് കുറേ നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടി. അപ്പോൾ വീണ്ടും റോബോട്ട്സിലേക്ക് വരുമ്പം എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്? അപ്പോൾ അതിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ളത് പേഷ്യൻസിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ഞാൻ പറയുകയാണെങ്കിൽ സർജൻസിനാണ്.
കാരണം സർജൻസിന് നമുക്കറിയാം ഇപ്പോൾ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ ഒക്കെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്, ഒരു 3-4 hours ഒക്കെ ചിലപ്പോൾ പോകും. അപ്പോൾ അത്രയും നേരം നമ്മൾ കൈ പിടിച്ച്, നമ്മൾ ലാപ്രോസ്കോപ്പി കീഹോൾ എന്ന് പറയുന്നത് നമ്മൾ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നേരം 4 മണിക്കൂർ ഒരാൾ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ നിന്നിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കൈക്ക് ഫറ്റീഗ് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ പേഷ്യൻ്റ് ആ സർജറിയെയും ചിലപ്പോൾ അഫക്റ്റ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫറ്റീഗ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സർജൻ കമാൻഡ് സെന്ററിൽ ഇരുന്നിട്ടാണ് സർജറി ചെയ്യുന്നത്. ഇരുന്നിട്ട് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരുന്നിട്ടാണ് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മോഷൻ നമുക്ക് വളരെ കൂടുതലാണ്. അതായത് നമുക്ക് കൈ റൊട്ടേറ്റ് ചെയ്യുന്നതും മൂവ്മെൻറ്റ്സും എല്ലാം ഇതിനകത്ത് കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് ചെയ്യാം, ഫെറ്റിഗ് ഇല്ലാതെ ചെയ്യാം. അതുകൊണ്ട് തന്നെ റിസൾട്ട്സ് ബെറ്റർ ആയിരിക്കും. ആ റിസൾട്ട്സ് പേഷ്യൻസിന് ഒരു ബെനിഫിറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഇപ്പൊ റോബോട്ടിക്സ് ഇവിടെ ഇപ്പം പുതുതായിട്ട് വന്നതാണ്. അപ്പൊ നമ്മളിനി ഭാവിയിലേക്ക് എന്തൊക്കെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളാണ് ഈ റോബോട്ടിക്സിന്റെ ബാക്കിയായിട്ട് നമുക്ക് കിട്ടാൻ? ഇപ്പോൾ നമ്മൾ ലാപ്രോസ്കോപ്പി പോലത്തെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ റോബോട്ടിക്കലി ചെയ്യുന്നത്. ഇനി ഭാവിയിൽ ഇപ്പോൾ യൂറോളജി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം സ്റ്റോൺസിന്റെ സർജറീസ്, അതായത് എൻഡോസ്കോപ്പി മൂത്രനാളിക്കകത്തൂടെ ട്യൂബ് ഇട്ടിട്ട് ലേസർ വെച്ച് പൊടിക്കുന്ന, അതൊന്നും ഇപ്പോൾ നമുക്ക് ഇതിൽ പോസിബിൾ അല്ല. പക്ഷെ അതിന് വേറെ ടൈപ്പിലുള്ള റോബോട്ട്സ് ഇപ്പോൾ പ്രൊഡക്ഷനിലുണ്ട്. അതിൻ്റെ റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാവിയിൽ അതും വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിസർച്ചുകൾ. അപ്പോൾ റോബോട്ടിക്കാണ് ഇപ്പോൾ ഫ്യൂച്ചറിൽ എനിക്ക് തോന്നുന്നത് വരാൻ പോകുന്നത്. ഫ്യൂച്ചർ ഈസ് റോബോട്ടിക്. അപ്പോൾ എല്ലാം ഒരു ഓട്ടോമേറ്റഡ്, നമുക്കറിയാം ഇപ്പോൾ എയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയുള്ള സർജറീസിൽ ഒരു 75% സർജറീസും ഓട്ടോമേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഇതാണ്. ബാക്കിയുള്ളത് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ അടുത്ത് കേട്ടതാണ്, ഡൽഹിയിൽ ഇരുന്നൊരു ഡോക്ടർ ബാംഗ്ലൂരിലുള്ള ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്തത് റോബോട്ടിക്സിലൂടെ. അപ്പം അത് ഇതിന്റെ ഫ്യൂച്ചർ വേർഷൻ. അതെ, അതാണ് ഇപ്പോൾ SSI മന്ത്രയാണ് അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് വേറൊരു സ്ഥലത്ത് പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ടെലി റോബോട്ടിക്സ് എന്ന് പറയും. അപ്പോൾ SSI മന്ത്രയാണ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്യൂച്ചർ. നമുക്കറിയാം എല്ലായിടത്തും ഇപ്പോൾ ഒരു സർജൻ സ്കില്ലുള്ള സർജൻസ് എല്ലായിടത്തും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമുക്കൊരു മിനിമം ഒരു ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് നമുക്ക് മെഷീൻ ഉണ്ടെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സർജിക്കൽ സ്കില്ലുള്ള ഒരു സർജന് വേണമെങ്കിൽ ഒരു ദൂരെ ഇരുന്നിട്ട്, അതായത് ഇപ്പോൾ ബാംഗ്ലൂർ ഇരിക്കുന്ന പേഷ്യൻറ്റിനെ നമുക്ക് ഡൽഹിയിൽ ഇരുന്ന് ഓപ്പറേഷൻ ചെയ്യാം, അതിലും കൂടുതൽ ദൂരത്തിൽ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്, ഡൽഹിയിൽ ഇരുന്ന് ബാംഗ്ലൂർ ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്യൂച്ചറിൽ നമുക്ക് അതേപോലെ വേറെ പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൊബൈലായിട്ടുള്ള ഒരു സർജിക്കൽ യൂണിറ്റ്, അതായത് ഒരു ബസ്സിൽ ഇതേപോലത്തെ ഒരു റോബോട്ട് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയയിൽ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ പേഷ്യന്റിനെ ഓപ്പറേറ്റ് ചെയ്യാം. വേറൊരു സ്ഥലത്ത് നിന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. സർജൻ വേറെ സ്ഥലത്തായിരിക്കും, റിമോട്ട് ആയിട്ടുള്ള ഒരു വില്ലേജിൽ ചിലപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ഫ്യൂച്ചർ പോസിബിലിറ്റീസ്. നമ്മൾ പൊതുവായിട്ട് കണ്ടുവരുന്നതാണ് കിഡ്നി സ്റ്റോൺ എന്നുള്ളത്. കിഡ്നിയിൽ നല്ല പെയിൻ ഉണ്ടാവുമ്പോൾ സ്റ്റോൺ മെഡിസിൻ കുടിച്ച് കളയുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക? വരാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഇത് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ് ഉള്ളവർക്കാണ് ഇത് മെയിനായിട്ട് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു സ്റ്റോൺ ബെൽറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ റീജിയൻ, അതായത് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ ചില UP, ഹരിയാന പോലത്തെ റീജിയൻസ് ഒരു സ്റ്റോൺ ബെൽറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റീജിയനാണ്. അവിടെ നമുക്കറിയാം അങ്ങനത്തെ കണ്ടീഷൻസ്, വളരെ ഹ്യൂമിഡ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള ഡെസേർട്ടൊക്കെ ഉള്ള ഭാഗങ്ങളിൽ കല്ലുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊരു ജനറ്റിക് അതേപോലെ റീജിയണൽ ഫാക്ടറാണ്. അതല്ലാതെ നമുക്കറിയാം വെള്ളം കുടി എല്ലാം വളരെ കുറവാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ യൂറിക് ആസിഡിന്റെ കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. ചില ഹോർമോണിന്റെ പ്രശ്നങ്ങൾ, അതായത് നമുക്ക് തൈറോയിഡ് എന്ന് പറഞ്ഞ ഗ്രന്ഥിക്കുള്ളിൽ പാരോതൈറോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഗ്രന്ഥി ഉണ്ട്. അതിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് കാൽഷ്യത്തിന്റെ അളവ് കൂടിയിട്ട് കല്ലുകൾ വരാം. അല്ലെങ്കിൽ ചില മരുന്നുകൾ കൂടുതൽ കഴിക്കുന്നത് കൊണ്ട്, ഇപ്പോൾ HIV-ക്കുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ അതിനുള്ള ചില മരുന്നുകൾ കൊണ്ട് കല്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് കല്ല് വരാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിവെൻഷൻ ചെയ്യണം. ഇപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മളത് അതിനനുസരിച്ച് ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ട് കല്ലുണ്ടെങ്കിൽ കല്ലിൻ്റെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടൈപ്പ് കല്ലാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് പ്രിവെൻഷൻ ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ചെയ്യുന്നത് വെച്ചാൽ വെള്ളം കൂടുതൽ കുടിക്കുക, അതേപോലെ ഉപ്പിന്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുക. മെയിനായിട്ടുള്ള കാര്യമാണ് ഉപ്പിന്റെ അളവ് കുറയ്ക്കുക എന്നുള്ളത്. കാരണം ഉപ്പാണ് നമ്മുടെ കിഡ്നിയിൽ കല്ലുണ്ടാവാനുള്ള ഒരു മെയിൻ ഫാക്ടർ. അതായത് കിഡ്നിയിലെ വെള്ളത്തിന്റെ അംശം കുറയുമ്പോൾ കിഡ്നിയിലുള്ള ആ ഫ്ലൂയിഡ്, അതായത് യൂറിൻ
ആ മെയിൻ ഫോം ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ കല്ലിന്റെ ഇതും കൂടെ വരുമ്പോൾ അത് ക്രിസ്റ്റലൈസ് ആവും. ക്രിസ്റ്റലൈസ് ആയി കഴിയുമ്പോഴാണ് കല്ലുണ്ടാവുന്നത്. അപ്പോൾ ഉപ്പിന്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ കുറേയൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ഫുഡിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതായത് ഈ ഓക്സലേറ്റ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക. അതായത് ലീഫി വെജിറ്റബിൾസ്, ക്യാബേജ്, മുരിങ്ങ, ചീര അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറയാൻ സാധ്യതയുണ്ട്. അതേപോലെ ബീട്രൂട്ട്, പിന്നെ ഹൈ പ്രോട്ടീൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഈ നട്ട്സ് പോലത്തെ സാധനങ്ങൾ അതും കുറച്ച് കുറയ്ക്കാവുന്നതാണ്. അതേപോലെ കാൽഷ്യമിന്റെ അളവ് നമ്മൾ ഒരു മോഡറേറ്റ് ക്വാണ്ടിറ്റിയിൽ കഴിക്കണം എന്നാണ്. തീരെ കുറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ കല്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പാലോ അല്ലെങ്കിൽ മുട്ടയോ ചീസോ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ ഡെയിലി ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ സിട്രിക് ആസിഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, മുസംബി, നാരങ്ങ അങ്ങനത്തെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. സിട്രിക് ആസിഡ് കണ്ടന്റ് കൂടി കഴിഞ്ഞാലും കല്ലിന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ വെള്ളം ഒബ്വിയസ്ലി നന്നായിട്ട് കുടിക്കണം. ഒരു 3.5 ലിറ്റേഴ്സ്, അതായത് ഒരു 2-2.5 ലിറ്റർ മൂത്രം വരുന്ന അളവിൽ നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കാം. അതിപ്പോ സമ്മർ സീസൺ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കൂടുതലായി വേർക്കും. അപ്പോൾ മൂത്രത്തിന്റെ അളവ് കുറയും. അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ വെള്ളം കുടിക്കാം. ഇപ്പോൾ റെയിനി സീസൺ ആണെങ്കിൽ അത്ര കുടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം അത്ര യൂറിൻ ഔട്ട്പുട്ട് നോർമലി ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. പിന്നെ ഉപ്പിന്റെ അളവ് കുറയ്ക്കുക. പിന്നെ ഈ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ റെഡ് മീറ്റ് അധികം കഴിക്കാതിരിക്കുക. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ബീഫ്, മട്ടൻ അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കുറയ്ക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഫുഡിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പം യൂറിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ യൂറിന്റെ കളർ വെച്ചിട്ട് നമ്മുടെ ഹെൽത്ത് ഡിറ്റർമിൻ ചെയ്യാന്ന് പറയാം. അതായത് ലൈറ്റ് കളർ യൂറിൻ ആണെങ്കിൽ കുഴപ്പമില്ല, നോർമലാണ്. അങ്ങനെ ഡാർക്ക് കളർ കൂടി വരുന്നതിനനുസരിച്ച് അപ്പം അതെങ്ങനെയാന്ന് നമുക്കറിയാം ഡീഹൈഡ്രേറ്റഡ് ആവുമ്പോൾ കളർ യൂറിന്റെ ഒബ്വിയസ്ലി കൂടാൻ സാധ്യതയുണ്ട്. ഒരു നോർമൽ യൂറിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളറാണ് നോർമൽ കളർ. നമ്മൾ കൂടുതൽ ഡീഹൈഡ്രേറ്റ് ആവുന്നതും അതിന്റെ കളർ കൂടിക്കൂടി വരും, യെല്ലോ ഇഷ് കളർ കൂടിക്കൂടി വരും. അതിലും മാറിയിട്ട് ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഒരു കോള കളറിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അത് വേറെ അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ കോള കളേർഡ് അല്ലെങ്കിൽ ചെറിയൊരു ബ്ലഡിന്റെ കളറിൽ വരികയാണെങ്കിൽ അത് കിഡ്നിയുടെ രോഗങ്ങളുടെ ഒരു ലക്ഷണമാവാൻ സാധ്യതയുണ്ട്. കിഡ്നി ഡിസീസിന്റെ, ക്രോണിക് കിഡ്നി ഡിസീസിന്റെ ഒരു ലക്ഷണമാവാൻ സാധ്യതയുണ്ട്. ഇനി ബ്ലഡ് ആയിട്ട് വരികയാണെങ്കിൽ അത് ക്യാൻസറിന്റെ ലക്ഷണമാവാൻ സാധ്യതയുണ്ട്, കല്ലിന്റെ ലക്ഷണമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഡോക്ടറെ കണ്ടിട്ട്, യൂറോളജിസ്റ്റിനെയോ നെഫ്രോളജിസ്റ്റിനെയോ കണ്ടിട്ട് അൾട്രാസൗണ്ട്, കിഡ്നിയുടെ ടെസ്റ്റുകൾ, ക്രിയാറ്റിൻ അതേപോലത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമുക്കൊരു ഡയഗ്നോസിലെത്തണം. കാരണം യൂറിനിൽ ബ്ലഡ് കാണുക എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി അത് ശരിയല്ല. പക്ഷെ ചെറിയൊരു മഞ്ഞ കളർ, കുറച്ച് കൂടിയ മഞ്ഞ കളർ ആണെങ്കിൽ മേ ബി ഡീഹൈഡ്രേഷൻ കൊണ്ട് വരുന്ന ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതത്ര വലിയ ഇഷ്യൂ അല്ല. പക്ഷെ കോള കളേർഡും അതേപോലെ ബ്ലഡിന്റെ കളറും ആണെങ്കിൽ നമ്മൾ കൂടുതൽ വിജിലന്റ് ആയിരിക്കണം. സ്ത്രീകളെ കാര്യങ്ങളിലേക്ക് വരുമ്പം സ്ത്രീകൾക്ക് ഈ മൂത്രം മുറ്റിപ്പോകുന്ന അവസ്ഥകൾ പല പ്രായത്തിൽ പല രീതിയിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തുമ്മിയാല് വരും, അല്ലെങ്കിൽ ഒന്ന് ഉറക്കെ ചിരിച്ചാൽ വരും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വരാറുണ്ട്. അതിനുള്ളൊരു കാരണം എന്താണ്? അതെ, അത് ഇപ്പോൾ നമുക്കറിയാം സ്ത്രീകളിൽ, അതായത് ഒരു ഏജ് കഴിഞ്ഞിട്ട്, അതായത് 2-3 ഡെലിവറി ഒക്കെ കഴിയുന്നവർക്കാണ് നോർമലി കൂടുതലായിട്ട് കണ്ടുവരാറ്. മെയിൻലി അതിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മൂത്രനാളിയുടെ താഴെയുള്ള മസിൽസിൽ ഉള്ള ബലക്കുറവ്, വീക്ക്നെസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാറ്. യൂഷ്വലി നോർമൽ വജൈനൽ ഡെലിവറി കഴിയുമ്പോൾ അവിടുത്തെ മസിൽസ് കുറച്ച് വീക്കാവും. യൂഷ്വലി ഒരു 2-3 months കൊണ്ട് നോർമൽ കണ്ടീഷനിലോട്ട് വരാറുണ്ട്. പക്ഷെ എന്നാലും ചിലർക്ക് ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെലിവറീസ് ഒക്കെ കഴിക്കുന്നവർക്ക്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ചിലപ്പോൾ അത് ഒരു പെർമനന്റ്ലി ഒരു വീക്ക്നെസ് അവിടെ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഇതുപോലെ തുമ്മിയാലും ചുമച്ചാലും അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ സ്പീഡിൽ നടക്കുക അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുക അങ്ങനെയൊക്കെ സ്ട്രെയിൻ ചെയ്യുമ്പോൾ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് കുറച്ച് മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട്, ചില മെഡിസിൻസും ഉണ്ട്. ചെറിയൊരു ചെറിയ ലെവലിലൊക്കെ ഉള്ളതാണെങ്കിൽ കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാലും ചെറിയ ലെവലിലുള്ള, ചെറിയ ഡിഗ്രിയിലുള്ള ലീക്കൊക്കെ ആണെങ്കിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ കുറച്ചുകൂടെ കൂടിയ ലെവലിലാണെങ്കിൽ നമുക്ക് പിന്നെ അത് ഒരു സർജിക്കൽ കറക്ഷനിലോട്ട് പോകേണ്ട ആവശ്യം വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TOT എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു ടേപ്പ് ഇട്ടിട്ട് മൂത്രനാളിയുടെ താഴെ വെച്ചിട്ട് നമ്മളൊരു കയറ്റി വെക്കാന്ന് പറയും. അത് ഒരു ടൈറ്റ് ചെയ്യുന്ന ഒരു സർജറിയാണ്. ട്രാൻസ് ഒബ്സ്ട്രേറ്റഡ് ടേപ്പ് എന്ന് പറഞ്ഞ സർജറിയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും. ഏകദേശം കംപ്ലീറ്റ്ലി അത് റിലീവ് ആവുകയും ചെയ്യാൻ സാധ്യത. ഈ പ്രായമുള്ളവരുടെ കേസിൽ വരുമ്പോൾ പ്രായമുള്ളവർക്ക് ഒന്നെങ്കിൽ മൂത്രം അറിയാതെ പോവുക, അല്ലെങ്കിൽ പോകുന്നില്ല, കുറച്ചേ പോകുന്നുള്ളൂ. ഇങ്ങനെ മൂത്രസംബന്ധമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ പ്രായമാകുമ്പോൾ കേട്ട് വരാറുണ്ട്. അതിനുള്ള റീസൺ എങ്ങനെയാണ്? അതെ, ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് യൂഷ്വലി മെയിൽസിലാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് പ്രായമുള്ളതിൽ നമ്മൾ കാണുന്നത്. അതിനുള്ള മെയിൻ റീസൺ ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. നമുക്കറിയാം ഒരു 55 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരിൽ ഈ പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നങ്ങൾ
ഏകദേശം ഒരു 50% ആയിട്ട് ഉണ്ടാവാറുണ്ട്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് ഈ മൂത്രസഞ്ചിയുടെ താഴെയുള്ള ഒരു ഗ്രന്ഥിയാണ്. അതിനകത്തൂടെയാണ് മൂത്രനാളി പോകുന്നത്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വികസിക്കുമ്പോൾ മൂത്രനാളി ഞെരുങ്ങിയിട്ട് ആ ഫ്ലോ തടസ്സം വരും. അപ്പോൾ ഫ്ലോ തടസ്സം വരുമ്പോൾ എന്ന് വെച്ചാൽ മൂത്രം കെട്ടി നിൽക്കും ബ്ലാഡറിൽ. അപ്പോൾ മൂത്രം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് പോകാതിരിക്കും. ഫുള്ളായിട്ട് പോയിട്ടില്ലെങ്കിൽ അത് കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് അറിയാതെ പോവുക, തുള്ളിയായിട്ട് പോവുക, മൂത്രം ഒഴിക്കുമ്പോൾ സ്പീഡ് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എണീക്കേണ്ടി വരിക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതാണ് മെയിനായിട്ട് ഈ മൂത്രം തടസ്സത്തിനുള്ള കാരണം. അതേപോലെ മൂത്രം അറിയാതെയും ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. ഇത് വല്ലാതെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് പെട്ടെന്ന് വല്ലാതെ ഫുൾ ആയി കഴിഞ്ഞാൽ അത് അറിയാതെ തുളുമ്പി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു യൂഷ്വലി മെയിൽസിൽ ആണെങ്കിൽ അതൊരു പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ഇഷ്യൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഫീമെയിൽസിനാണെങ്കിൽ ചില തരത്തിലുള്ള ബ്ലോക്കുകൾ, അതായത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ മൂത്രനാളിയിൽ ചെറിയ തടസ്സം പോലെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടും മൂത്ര തടസ്സം വരാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പ്രോസ്റ്റേറ്റിനാണെങ്കിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റ് ഉണ്ട്, അതിനുള്ള മെഡിസിൻസ് ഉണ്ട്. മെഡിസിനിൽ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് സർജറീസ് ഉണ്ട്, TURP അല്ലെങ്കിൽ ഹോളപ്പ് ടൂലപ്പ് എന്നൊക്കെ പറയുന്ന ഓപ്പറേഷൻസ് ഉണ്ട്. പിന്നെ ഇവരിൽ തന്നെ നമ്മൾ ഒരു സബ്സെറ്റ് ഓഫ് പേഷ്യൻസിന് ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ PSA എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ ആ PSA സ്ക്രീനിങ് കൂടി ഒന്ന് ചെയ്ത് നോക്കണം. എന്നാലും നമുക്ക് അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിനെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇപ്പോൾ കുറച്ചായിട്ട് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് വരാനുള്ള ഒരു റീസൺസ് ഒക്കെ എന്തായിരിക്കും? പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടുതലായിട്ട് വരാനുള്ള ഒരു മെയിൻ റീസൺ നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. കാരണം പണ്ട് ഇത്രയും ടെസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല കേസുകളും നമ്മൾ അറിയാതെ പോകുന്നുള്ളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള റീസൺ. അതുകൂടാതെ തന്നെ ഇപ്പോഴത്തെ നമുക്കറിയാം ലൈഫ് സ്റ്റൈല്, ടൊബാക്കോ ആണ് ഒരു മെയിൻ റിസ്ക് ഫാക്ടർ. ടൊബാക്കോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ റിസ്ക്കും അതിനനുസരിച്ച് കൂടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ അഡ്വൈസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു മോർ ദാൻ 55 ഇയേഴ്സ് ഉള്ള പുരുഷന്മാർക്ക് PSA സ്ക്രീനിങ് ഒരു ഇയർലി ഒരു പ്രാവശ്യമെങ്കിലും PSA ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അതേപോലെ എന്തെങ്കിലും ഇതേപോലെ മൂത്രത്തിൽ എന്തെങ്കിലും തടസ്സം, മൂത്രം അറിയാതെ പോകും, അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ ഒരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അതിനായിട്ടുള്ള ടെസ്റ്റുകൾ, അൾട്രാസൗണ്ട് ടെസ്റ്റുകൾ, ഈ PSA ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. സാർ, അപ്പോൾ ഈ യൂറോളജിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഈ ഉദ്ധാരണക്കുറവ് കാരണമുള്ള പേഷ്യൻസ് ഒക്കെ വരാറുണ്ടോ? അപ്പോൾ അവരുടെ ഉദാഹരണക്കുറവും ഇതേപോലെ തന്നെ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ അതിനൊരു മെയിൻ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കാർഡിയോവാസ്കുലർ, അതായത് നമ്മുടെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അതായത് ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ഉദാഹരണക്കുറവ് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഷുഗർ കൊണ്ട്, ഡയബറ്റീസ് കൊണ്ടും നമുക്ക് ആ ബ്ലഡ് വെസൽസ് ചുരുങ്ങി വരിക, അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ ബ്ലോക്കുകൾ വരിക, അങ്ങനെ അതുകൊണ്ടുള്ള കാരണങ്ങൾ കൊണ്ടും ഉദാഹരണക്കുറവ് വരാൻ സാധ്യതയുണ്ട്. അതല്ല, ഇനി സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് കൊണ്ടും ഒരു നല്ലൊരു ശതമാനം, അത് കുറച്ചുകൂടി യങ് ആയിട്ടുള്ള ആൾക്കാരിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടും ഉദാഹരണക്കുറവ് വരാറുണ്ട്. അതേപോലെ മെഡിക്കേഷൻസ് ഉണ്ട്. മെഡിക്കേഷൻസ് കൊണ്ട് റിലീവ് ആവാത്തവർക്ക് നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, അതായത് പിനൈൽ ഡോപ്ലർ എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെന്തെങ്കിലും തടസ്സങ്ങളോ ഈ അങ്ങോട്ട് പോകുന്ന ബ്ലഡ് വെസൽ എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ശരിയാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ യൂഷ്വലി ഒരു 90% ആൾക്കാർക്കും മെഡിസിൻസ് കൊണ്ട് തന്നെ യൂഷ്വലി അത് റിസോൾവ് ആവാറുണ്ട്.